ഇടുക്കിയിലേക്ക് പോകാം. ജെയിൻ എസ് രാജുവാണ് നമുക്കൊപ്പം ചേരുന്നത്. ജെയിൻ, റോഷി അഗസ്റ്റിൻ, ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഇത്തവണ ഇടുക്കിയിൽ തന്നെയാണ്. അവിടെ റോഷി അഗസ്റ്റിൻ ഇത്തവണ നിൽക്കാൻ കഴിയുമോ എന്ന കാര്യമുണ്ട്. കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിനാണ് കടന്നുകൂടിയത്. ഇത്തവണ ടഫ് ഫൈറ്റ് ആണ് റോയ് കെ പൗലോസ് നൽകുന്നത്. എങ്ങനെയായിരിക്കും ആദ്യ ട്രെൻഡ് എവിടെ നിന്ന്? ആര്യ, കഞ്ഞിക്കുഴി പഞ്ചായത്താണ് ആദ്യം എണ്ണുന്നത്. ആദ്യ 3 ബൂത്തുകളിൽ റോഷി അഗസ്റ്റിന് ലീഡ് കിട്ടാൻ സാധ്യതയുള്ള മേഖലയാണ്. പക്ഷേ കഞ്ഞിക്കുഴി പഞ്ചായത്ത് മൊത്തത്തിൽ ഒരു UDF അനുകൂല മണ്ഡലം, ഒരു പഞ്ചായത്താണ്. പക്ഷേ ആദ്യ റൗണ്ടിൽ ചെറിയൊരു മുൻതൂക്കം റോഷി അഗസ്റ്റിന് സാധാരണ നിലയിൽ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇത്തവണ അതുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. കഞ്ഞിക്കുഴി പഞ്ചായത്ത് എണ്ണുമ്പോൾ തന്നെ എന്താണ് ഒരു ട്രെൻഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ റോഷി അഗസ്റ്റിൻ പിന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഒരു ട്രെൻഡാണ് എന്ന് തന്നെ കരുതേണ്ടി വരും. ഒരു തിരിച്ചുവരവിന് സാധ്യതയില്ല. മറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും കനത്ത മത്സരം നടക്കുന്നു എന്ന രീതിയിലേക്ക് നമുക്ക് വിലയിരുത്താം. എന്തായാലും 2 സ്ഥാനാർത്ഥികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. റോയ് കെ പൗലോസ് വിജയിച്ചതിന് ശേഷം ആഹ്ലാദ പ്രകടനത്തിന് നടത്തുന്നതിന് വേണ്ട വാഹനങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ആ വാഹനങ്ങളൊക്കെ ഇവിടേക്ക് എത്തും. 2 സ്ഥാനാർത്ഥികളും വലിയ ആത്മവിശ്വാസത്തിലാണ് എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. എന്തായാലും അധിക സമയം എടുക്കില്ല. 8 മണി എണ്ണി തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ തന്നെ, ആദ്യ 10 മിനിറ്റിൽ തന്നെ എന്താണ് ഒരു ട്രെൻഡ് എന്ന് ഇടുക്കിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉടുമ്പൻചോലയും അതോടൊപ്പം തന്നെ തൊടുപുഴയുമാണ് മറ്റ് 2 നിയമസഭാ മണ്ഡലങ്ങൾ ഇടുക്കിയിൽ എണ്ണുന്നത്. പീരുമേട്ടിലെ ഫലമാണ് എണ്ണുന്നത്. അതോടൊപ്പം തന്നെ ദേവികുളത്ത് അവിടുത്തെ ഫലം എണ്ണുന്നു. അപ്പം നമുക്ക് ഉടുമ്പൻചോല, ഇടുക്കി, അതോടൊപ്പം തന്നെ പീരുമേട്, ഈ 3 നിയമസഭ, അതോടൊപ്പം തന്നെ ദേവികുളം, ഈ 4 നിയമസഭാ മണ്ഡലങ്ങളിലാണ് അതിശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നത്. അപ്പം ആദ്യ മണിക്കൂറുകളിൽ തന്നെ നമുക്ക് എന്താണ് എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്വാഭാവികമായും രാവിലെയുള്ള ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം എപ്പോൾ വരും എന്നതാണ് നമുക്കും ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയും. പക്ഷേ നമുക്കറിയാമല്ലോ, സാധാരണ വോട്ടെണ്ണി വരുമ്പോൾ 8 മണിക്ക് പെട്ടിപൊട്ടിക്കുന്നു, വോട്ടെണ്ണുന്നു. അവിടെ ആദ്യം സർവീസ് വോട്ട്, തപാലോട്ട് ഉൾപ്പെടെ എണ്ണിക്കഴിഞ്ഞാൽ 8:30 കഴിയുമ്പോൾ ഓരോ റൗണ്ടിലേക്ക് കയറുന്നു. ഓരോ റൗണ്ട് പൂർത്തീകരിക്കുന്നതിൻ്റെ സമയമുണ്ടല്ലോ, 8:45, 9 മണി. അപ്പോൾ ആദ്യ ഫലസൂചനയിൽ ഒരു വ്യക്തമായ ട്രെൻഡിൻ്റെ സൂചനയൊന്നും ഉണ്ടാവില്ല. എങ്കിലും ആ ഫലസൂചന അറിയാം. ഒരു 9:15, 9:30, 9:45 ആകുമ്പോൾ ആ ട്രെൻഡിൻ്റെ ചില സൂചനയായി അത് മാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.